ഓരോ ഗ്രാമവും ഭൂപടത്തിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ ജീവിച്ച സംസ്കാരം അതിജീവനത്തിന്റെ അവസാന ശ്വാസം വലിക്കുന്നു. നാം കണ്ടുകൊണ്ടിരിക്കെ ഭൂപടത്തിൽ നിന്നും അപ്രത്യക്ഷമായ ഒരു ഗ്രാമമുണ്ട്. തമിഴ്നാട്ടിലെ അത്തിപ്പേട്ട എന്ന ഗ്രാമം. ഭൂപടത്തിൽ നിന്നും ഒരു ഗ്രാമം പതുക്കെ പതുക്കെ ഇറങ്ങിപ്പോയത് ഭരണകൂടം പോലും അറിഞ്ഞിരുന്നില്ല. അതോടെ ഒരു ദേശത്തിന്റെ സംസ്കാരവും ചരിത്രവുമാണ് ഇല്ലാതായത്. ഇങ്ങനെ നമ്മുടെ ഓരോ ഗ്രാമവും മെല്ലെ മെല്ലെ നമ്മുടെ ഭൂപടത്തിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളപട്ടണം. കൊല്ലവർഷം 300-ാം ആണ്ടിൽ കോലത്തുനാട് ഭരിച്ച മൂഷിക രാജാവായ വല്ലഭൻ സ്ഥാപിച്ച വല്ലഭപട്ടണമാണ് വളപട്ടണമായും വളർപട്ടണമായും പിൽക്കാലത്ത് വളപട്ടണമായും മാറിയത്. തുറമുഖ നഗരമെന്നതിനാൽ വളപട്ടണത്തെ ബത്ഫതൻ എന്നും വിളിച്ചു പോന്നു. 1344 ജനുവരി 16 ചൊവ്വാഴ്ച മൊറോക്കോ സഞ്ചാരിയായ ഇബനു ബത്തൂത്ത വളപട്ടണത്തിൽ എത്തിച്ചേർന്നു. കാളവണ്ടി പോലും ഇല്ലാത്ത ആ കാലം സമുദ്രമാർഗമായിരുന്നു സഞ്ചാരം. കപ്പൽ മാർഗമായിരുന്നു ബത്തൂത്ത തുറമുഖ നഗരമായ വളപട്ടണത്തെത്തിച്ചേർന്നത്. ഇവിടെ പത്തേമാരികളും പായക്കപ്പലുകളും നൗകകളും വ്യാപാരാർത്ഥം വന്നെടുക്കാറുണ്ടായിരുന്നു. പോർച്ചുഗീസുകാർ കശുവണ്ടി, പുകയില, അത്തിക്ക, പേരയ്ക്ക, പപ്പായ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ടും, ഇവിടെ നിന്ന് കുരുമുളക്, ഏലം, വെറ്റില, അടയ്ക്ക, കറുവപ്പട്ട, തേങ്ങ എന്നിവ യൂറോപ്യൻ കമ്പോളങ്ങളിലേക്കും അയച്ചു പോന്നു. പ്രദേശത്ത് താമസിക്കാൻ വീടുകളില്ലാത്തതിനാൽ പുറമെ നിന്നും വന്ന കച്ചവടക്കാർ അടുത്തുള്ള പള്ളിയിലായിരുന്നു താമസിച്ചത്. ഈ പള്ളി കുന്നത്തുപള്ളിയാണെന്ന് ഇബ്നു ബത്തൂത്ത സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പുരാതനവും ചരിത്രപരവുമായ പള്ളിയായിരുന്നു കുന്നത്തുപള്ളി. ഇവിടെ ഇബ്നു ബത്തൂത്ത വന്നിട്ടുണ്ട്, കാൽകുത്തിയിരുന്നു. അപ്പോഴൊക്കെ ഈ ദേശത്ത്, ഈ വളവണ്ണത്ത് വലാഫത്തൻ എന്ന സ്ഥലത്ത് ബ്രാഹ്മണരായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. 20 വർഷം മുമ്പ് വരെ അവിടെ ഈ പള്ളിയിൽ ഉത്സവങ്ങൾ, അതായത് ആണ്ട് നേർച്ച ഉണ്ടായിരുന്നു. ഈ നേർച്ചയുടെ ഭാഗമായി ആന, അമ്പാരി, അങ്ങനെയുള്ള ഇത്, കോൽക്കളി, തപ്പുകോട്ട്, മറ്റേ ചന്തകൾ ഒക്കെ ഒരു 20 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പള്ളി എപ്പോഴാണ് നിർമ്മിച്ചതെന്ന് ആധികാരികമായി രേഖകളില്ല. 2.4 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വളപട്ടണത്ത് 25-ലേറെ പള്ളികളുണ്ടെന്നാണ് കണക്ക്. പ്രധാന പള്ളികൾ ഒഴിച്ചുള്ളതിൻ്റെ ആദ്യ മാതൃകകൾ സ്രാമ്പികളായിരുന്നു. പള്ളികളിൽ പ്രധാനം കക്കുളങ്ങര പള്ളിയാണ്. അറബ് നാട്ടിൽ നിന്നും ഇസ്ലാം മതപ്രചരണത്തിനെത്തിയ അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരിയും സഹോദരന്മാരും നിർമ്മിച്ചതാണിത്. ഈ പ്രബോധക സംഘം വന്നതിനു ശേഷമാണ് വളപട്ടണം ഇസ്ലാം മത ഭൂരിപക്ഷ സ്ഥലമായതെന്ന് പറയാം. മറ്റു പള്ളികളിൽ നിന്നും വ്യത്യസ്തമായി കാണപ്പെടുന്ന കുബയുടെയും മിനാരത്തിൻ്റെയും പള്ളി കെട്ടിടത്തിൻ്റെയും വാസ്തുശില്പ സ്വഭാവം ശ്രദ്ധേയമാണ്. സ്ഫടികഗോളങ്ങളും ശരറാന്തലുകളും തൂക്കിയിട്ടിരിക്കുന്ന കെട്ടിടത്തിൽ വിശിഷ്ട വ്യക്തികളുടെ മകാമുകളുണ്ട്. തറയിൽ വിരിച്ച വർണ്ണശബളമായ ടൈൽസുകൾ മൈസൂർ കൊട്ടാരത്തിലേതുമായി ഏറെ സാമ്യമുണ്ട്. കക്കുരങ്ങള പള്ളിയും അതിൻ്റെ ആസ്ഥാനങ്ങളെല്ലാം കക്കുരങ്ങള പഴയത്ത് തറവാട്ടിൽപ്പെട്ട ഒരിതാണ്. അപ്പോൾ ഈ തറവാട്ടിലെ തലമുതിർന്ന ഒരാളാണ്, വയസ്സ് മൂത്ത ഒരാളാണ് ഇതിൻ്റെ അതിൻ്റെ കാരണസ്ഥാനവും വളവട്ടത്തിൻ്റെ കാലിസ്ഥാനം. ഇങ്ങനെ കാലിയായിട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെറുക്കത്തമ്പുരാൻ്റെ അടുത്ത് പോയിട്ട് അത് എന്ന് ഘോഷയാത്രയായിട്ട് പല്ലക്കിൽ കയറ്റി ഘോഷയാത്രയായിട്ട് പോയിട്ട് അവിടെ ഒരു ദക്ഷിണ എന്നുള്ള നിലക്ക് അവർക്ക് ഈ വെത്തില മറ്റേത് കൊടുക്കും. അപ്പോൾ അവിടുന്ന് തമ്പുരാൻ്റെ അംഗീകാരവുമായിട്ട് മടങ്ങി വന്നാൽ അവർ കാലിയായി. അതായത് കുടുംബ തർക്കം, സ്വത്ത് തർക്കം, മറ്റ് പരസ്പരമുള്ള വിദേശങ്ങളെല്ലാം കോടതിയിൽ പോവാതെ ഇവിടെ തന്നെ തീർക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഓരോ തറവാട്ടുകാർ, ആ തറവാട്ടുകാർക്ക് ഒരു അന്നത്തെ പ്രൗഢി കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ സ്ഥലത്ത് അവരല്ലെങ്കിൽ സ്ഥലം വാങ്ങിച്ചിട്ട്, അപ്പോൾ ഓരോ തറവാട്ടുകാരുടെ പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്ന പള്ളി. അമ്പലത്തേത്ത് എന്നുള്ളത് അമ്പലത്തേത്ത്, പൊക്കിലെത്ത് എന്നുള്ളത് പൊക്കിലെത്ത് പള്ളി. ഇങ്ങനെ ഓരോ തറവാട്ടുകാർ, ജുമാഅത്ത് പള്ളി ഒഴികെ ബാക്കിയെല്ലാം ഇങ്ങനെ തറവാട്ടുകാരാണ്. ധാരാളം പള്ളികൾ തലയുയർത്തി നിൽക്കുന്ന
ഈ ചെറുപ്രദേശത്ത് മൈത്രിയുടെ പ്രതീകമായി കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കോലത്തിരി രാജാവിന്റെ ആസ്ഥാനം ചിറക്കൽ താലൂക്കിൽപ്പെട്ട കുറുമാത്തൂർ അംശത്തിലെ കരിപ്പാട്ടാണ്. കുടുംബത്തിലെ രണ്ടാമത്തെ പുരാതന ആസ്ഥാനം ഏഴിമലയുടെ അടിവാരത്തിലാണ്. കോലത്തിരി 2 താവഴിയായി പിരിഞ്ഞു. ഒന്ന് മാടായി അംശത്തിലെ അടുത്തിലയിൽ സ്ഥിരവാസമുറപ്പിച്ചു, മറ്റൊന്ന് ചിറക്കലും. മീനമാസത്തിലെ കാർത്തിക നാൾ തൊട്ട് മകരമാസത്തിലെ പൂരം വരെ നീണ്ടു നിൽക്കുന്നതാണ് കളരിവാതുക്കലെ ഉത്സവം. ഇഷ്ടപ്പെട്ട വരനെ ലഭിക്കാൻ കന്യകമാർ കാമദേവനെ പ്രീതിപ്പെടുത്താൻ നടത്തുന്ന ഉത്സവമാണ് പൂരോത്സവം. ഇതിൽ സ്ത്രീകളോടൊപ്പം പുരുഷന്മാരും പങ്കാളികളാകുന്നു. ഇടവമാസത്തിലാണ് ഇവിടെ പെരുങ്കളിയാട്ടം. ഇതോടുകൂടി മലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തിരശ്ശീല വീഴുന്നു. വളപട്ടണത്തുള്ള ഹൈന്ദവ വിശ്വാസികളിൽ ഭൂരിപക്ഷവും പിടാർ എന്ന വിഭാഗത്തിൽപ്പെടുന്നവരാണ്. കളരിവാതുക്കലിനു ചുറ്റുമാണ് ഇവരുടെ ആവാസം. ബംഗാളി ബ്രാഹ്മണരെ പോലെ ഇവർ മത്സ്യവും മാംസവും കഴിക്കുന്നു. മദ്യമാണ് നിവേദിക്കുന്നത്. നമ്പൂതിരിമാരുമായി യാതൊരു ബന്ധമില്ലെങ്കിലും ഇവർ താമസിക്കുന്ന ഇടത്തെ ഇല്ലമെന്നാണ് അറിയപ്പെടുന്നത്. പൂണൂല്, പൊങ്ങൽ, തിരണ്ടുകുളി, താലികെട്ട് കല്യാണം, കൊന്ത്രൻപാട്ട് എന്നിവയും ഉപനയനം, അവികൂട്ടൽ എന്നീ ചടങ്ങുകളും നമ്പൂതിരി സമുദായത്തിലേതെന്ന പോലെ പിടാരിലും കാണപ്പെടുന്നു. ക്ഷേത്രത്തോടനുബന്ധിച്ച് ജൈവവൈവിധ്യത്തിൻ്റെ പരിസരങ്ങളായ കാവുകളും കുളങ്ങളുമുണ്ട്. കോലത്തിരി രാജാവിന്റെ ആസ്ഥാനമായ കോട്ട വളപട്ടണത്തും കൊട്ടാരം ചിറക്കലിലുമായിരുന്നു. ഭരണസംബന്ധമായ കരാറുകളും ഉടമ്പടികളും നടത്തിയിരുന്നത് കോട്ടയിൽ വെച്ചായിരുന്നു. 1980 പുതുതായി നിർമ്മിച്ച വളപട്ടണം നാഷണൽ ഹൈവേ കോട്ടയെ മുറിച്ചാണ് കടന്നുപോകുന്നത്. 30 കോൽ നീളവും 20 കോൽ വീതിയും വലിയ ദർബാർ ഹാളും സ്വർണവും രത്നവും കൊണ്ടുള്ള മേൽക്കെട്ടോടുകൂടിയ സിംഹാസനവുമുള്ള കോട്ടയുടെ സ്ഥാനത്ത് ഇന്ന് കരിങ്കല്ലുകൊണ്ടുള്ള കട്ടില മാത്രമാണ് ബാക്കിയായിരിക്കുന്നത്. 1761 ഹൈദരാലി മൈസൂരിൽ ഭരണമേറ്റെടുത്ത ശേഷം അദ്ദേഹത്തിന്റെ സൈന്യം ഈ കോട്ടയും കൊട്ടാരവും പിടിച്ചെടുത്തു. സൈന്യത്തിൽ ഒരു വിഭാഗം കോയമ്പത്തൂരിലേക്ക് പോയി. ശേഷിക്കുന്ന സൈനികരാണ് മന്നപ്പറമ്പിൽ ഖബറുകൾ കുഴിച്ചത്. പക്ഷേ ഇവിടെയും പൊന്നാണിയുള്ളൂ. ടിപ്പു പടയോട്ടം നടത്തിയ 2 സ്ഥലങ്ങളിൽ പട്ടാളക്കാർക്ക് വിശ്രമം കൊടുത്ത 2 കേന്ദ്രങ്ങളാണ് വളപട്ടണം, പൊന്നാനി. അതുകൊണ്ട് നമ്മൾ എങ്ങനെ യുക്തിപരമായിട്ട് നോക്കിയാൽ അത് ടിപ്പുവിൻ്റെ പട്ടാളക്കാരൊക്കെ കൊണ്ട് ഒഴിവുകാലത്ത് ചെയ്തിട്ടൊരു ജോലിയാണെന്നേ പറയാൻ കഴിയും. ഇത് റെഡിമെയ്ഡ് കവറാണ്. അതിൽ വീതിയുള്ള കല്ലായിരുന്നു. അല്ലല്ല, സാധാരണ പാറയിൽ നിന്ന് പഠിച്ചെടുക്കുന്ന വീതിയുള്ള കല്ലുകളാണ്. അതെന്നെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അവിടെ തന്നെ കുഴിച്ചെടുത്ത പാറയുണ്ടായിരുന്നല്ലോ, അതിൻ്റെ അകത്ത് പാറയുണ്ടായിരുന്നു, അങ്ങനെ അത് കുഴിച്ചെടുത്താന്ന് തോന്നുന്നുണ്ട്. എനിക്ക് നല്ല ആരോഗ്യവാനം ഒറ്റക്കെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ 2 പേരെടുക്കുന്ന ഇതിലെ കല്ലാണത്. തെക്ക് വടക്ക് അറകളായി തരംതിരിച്ച രൂപത്തിലാണ് ഇവിടത്തെ ഖബറുകൾ നിലകൊള്ളുന്നത്. മുകളിലെ 4 അടി മണ്ണ് നീക്കിയാൽ വീതിയുള്ള കല്ലുകൾ കൊണ്ട് മൂടിയിരിക്കുന്ന വിധത്തിൽ 6 അടി നീളത്തിലുള്ളതാണ് ഇത്തരം ഖബറുകൾ. കുട്ടികൾക്കും തങ്ങൾമാർക്കും പ്രത്യേകം ഖബർ സ്ഥാനങ്ങൾ ഇവിടെയുണ്ടായിരുന്നു.